നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അതിപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ത്യൻ വാസ്തുശാസ്ത്രത്തിലും ഭാരതീയ ജ്യോതിഷത്തിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. അതില് പ്രധാനമായിട്ടും ഒരു ഭവനം, ആ ഭവനത്തിന്റെ സന്തോഷവും അതിന്റെ പോസിറ്റീവ് എനർജിയും ഒക്കെ നമ്മൾ ആദ്യം ഉണർന്നെഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ചില സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിട്ടപ്പെടുത്തി പോരുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ പ്രഭാതത്തില് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം പിൻവാതിൽ തുറന്നിട്ടതിന് ശേഷം മാത്രമേ മുൻഭാഗത്തെ, അതായത് പ്രധാന വാതിൽ തുറക്കാവൂ എന്ന് നമ്മുടെ പൂർവികന്മാര് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. പലരും അതൊരു അന്ധവിശ്വാസമായിട്ടൊക്കെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു കണക്കും വാസ്തുപരമായിട്ടുള്ള ഒരു കണക്കും ജ്യോതിഷപരമായിട്ടുള്ള ഒരു ദൈവികതയും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും പറയുകയാണെങ്കിൽ അടച്ചിട്ട വീടിനുള്ളില് രാത്രിയിൽ തങ്ങി നിൽക്കുന്ന മൂദേവിയെ ആദ്യം തന്നെ നമ്മള് വീടിന് പുറത്തേക്ക് പറഞ്ഞയക്കണം എന്നുള്ളതാണ് ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസം. അത് പിൻവാതിലൂടെ ആവണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. കാരണം പിൻവാതിലൂടെ ഇത് പുറത്തേക്ക് പോവുകയും അതിനുശേഷം മുൻവാതിൽ തുറക്കുകയും ചെയ്തു കഴിഞ്ഞാല് പോസിറ്റീവ് എനർജി, അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണ്ടുവോളം നമ്മളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് സങ്കല്പം. ഇതില് ഈ വിശ്വാസവും സങ്കല്പവും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശവും കൂടി നമ്മൾ പറയുകയാണ്. നമ്മുടെ അടച്ചിട്ട ഭവനത്തില് മനുഷ്യൻ ശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിങ്ങി നിറഞ്ഞ് അതൊരു നെഗറ്റീവ് ഊർജമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ പുറന്തള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഭവനത്തിൽ അപ്പോൾ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. അത് പുറന്തള്ളുന്നതിനായിട്ട് പിൻവാതിൽ ആദ്യം തുറക്കുകയും അതിനുശേഷം മുൻവാതിൽ തുറക്കുമ്പോൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്ന ആ ഭാഗത്തൂടെ ഓക്സിജൻ ഉള്ളിലേക്ക് കയറുകയും അവിടെ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതൊരു ശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ രണ്ടാമത്തെ പറഞ്ഞത്. എങ്കിലും പുരാതന കാലം മുതൽക്കേ നമ്മൾ ആചരിച്ചു പോരുന്ന ഒരു കാര്യമാണ്. ആ വീട്ടില് സന്തോഷവും സമൃദ്ധിയും എല്ലാം വളരും എന്നുള്ളതാണ് ആദ്യം പ്രഭാതത്തിൽ പിൻവാതിൽ തുറക്കുന്ന വീടുകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങള് എല്ലാ ദിവസവും മുൻവാതിലാണ് തുറക്കുന്നതെങ്കിൽ ഇനിയും പിൻവാതിൽ ഒന്ന് തുറന്നതിന് ശേഷം മുൻവാതിൽ തുറന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതാണ്. പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതാണ്. ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.